Hi guys, welcome back to another video. Welcome back to my channel. It's your boy FX Anavo here. Guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് സ്ട്രാറ്റജിയാണ് പഠിക്കാൻ പോകുന്നത്. സപ്പോർട്ടിൽ നിന്ന് എങ്ങനെ ബൈ എടുക്കാം, റെസിസ്റ്റൻസിൽ നിന്ന് എങ്ങനെ സെൽ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഐ വിൽ ഹെൽപ്പ് യു ഗൈസ് ഹൗ ടു ഫൈൻഡ് ദിസ് കോൺഫർമേഷൻസ്. ടി പി എവിടെ വെക്കണം, എസ് എൽ എവിടെ വെക്കണം, എവിടെ പ്രോപ്പറായിട്ട് എൻട്രി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. Target hit. Let's go. Let's go. Didn't even get to cross. ഗൈസ്, അപ്പോൾ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ദി സ്ട്രാറ്റജി വിൽ ഓൺലി വർക്ക് വെൻ മാർക്കറ്റ് ഈസ് ട്രെൻഡിങ്. ഒരു അപ് ട്രെൻഡിലോ ഒരു ഡൗൺ ട്രെൻഡിലോ മാത്രമാണ് ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുള്ളൂ. കൺസോൾട്ടേഷൻ ഫോം ആവുമ്പോൾ ഒരിക്കലും ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവില്ല. ഓൾസോ പ്രോപ്പർ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്ട്രാറ്റജി, ഈ ട്രേഡ് എൻ്റർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ഫസ്റ്റ് ബൈസ് നോക്കാം, ദെൻ വി വിൽ ഗോ ടു സെൽസ്. ഓക്കെ, സോ ഗൈസ് വി വിൽ ഡു ബൈസ് ഫസ്റ്റ്. ഓക്കെ ഗൈസ്, ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. നമുക്കറിയാം ബൈസിന്റെ സമയത്ത്, മാർക്കറ്റ് അപ് ട്രെൻഡിന്റെ സമയത്ത് മാർക്കറ്റ് എന്ത് മൂവ്മെന്റ് ആയിരിക്കും തന്നെ. മാർക്കറ്റ് വിൽ ബി മേക്കിംഗ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്, ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. സോ മാർക്കറ്റ് വിൽ ഓൾവേസ് ബി മേക്കിംഗ് ഹയർ ഹൈസ്, ഹയർ ലോസ് ആൻഡ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്, അല്ലേ? സോ ദിസ് ഈസ് എ ഹയർ ലോ, this is a higher low, and this is a higher low, and there is a higher high formed, higher high formed, and higher high. Okay, so ഇത് നമുക്ക് ക്യാൻഡിലെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ക്യാൻഡിൽ എങ്ങനെ ഇത് ഫോം ആവും. സോ മാർക്കറ്റ് ഈസ് അപ് ട്രെൻഡിങ്. അപ്പോൾ മാർക്കറ്റ് കറന്റ്ലി മൂവ് ചെയ്യാണ്. സോ ഇറ്റ്സ് മൂവിങ് അപ്പ്, റൈറ്റ്? സോ മാർക്കറ്റ് ഈസ് മൂവിങ് അപ്പ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എന്തിനാ ഏറ്റവും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റെസിസ്റ്റൻസ് ഫോം ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു റെസിസ്റ്റൻസ് ഫോം ആയി മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ സപ്പോർട്ട് ഫോം ആകുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി മോഡലിലോട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആകുമ്പോഴായിരിക്കും നമ്മുടെ കൺഫർമേഷൻ. ഫസ്റ്റ് കൺഫർമേഷൻ വിൽ ബി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആകുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആയി. ദിസ് ഇസ് ദ ബേസിക് കൺഫർമേഷൻ. ഒരു അപ് ട്രെൻഡിൽ ഒരു സപ്പോർട്ട് ഫോം ആകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം ഇപ്പം ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആയി, അല്ലേ? ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ആയി. സോ നമുക്കൊരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് കൺഫർമേഷൻ ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ഷുഡ് വിക്ക് ഡൗൺ തന്നിട്ട് ഈ ഹൈ ബ്രേക്ക് ആകുമ്പോൾ, പ്രീവിയസ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ആകുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ലെറ്റ്സ് സേ ഇത് ഫസ്റ്റ് ഹാഫിൽ, മേ ബി ഇത് 30 മിനിറ്റ് ടൈം ഫ്രെയിമിലാട്ടോ ഗൈസ് നമുക്ക് ഈ എൻട്രി എപ്പോഴും പറ്റുള്ളൂ. 30 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കും എൻട്രി നമുക്ക് എപ്പോഴും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈം 30 മിനിറ്റ് ആണ്. സോ 30 മിനിറ്റിൻ്റെ 15 മിനിറ്റ്സ്, രണ്ട് ഹാഫ് ആണല്ലോ, 15 മിനിറ്റ്സ് ഹാഫ് ആയിരിക്കും. ഫസ്റ്റ് 15 അവർ സ്റ്റോപ്പ് ലോസ് ഷുഡ് ഗോ ബിലോ ദ പ്രീവിയസ് ക്യാൻഡിൽ. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇതാണ് നമ്മുടെ എൻട്രി. ദിസ് ഈസ് അവർ എൻട്രി. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ നമ്മുടെ എൻട്രി സെയിം തന്നെ, ആൻഡ് അവർ സ്റ്റോപ്പ് ലോസ് ഷുഡ് ഗോ ബിലോ ദ കറന്റ് ക്യാൻഡിൽ. എന്നിട്ട് വി ആർ എക്സ്പെക്ടിങ് പ്രൈസ് ടു റീച്ച് ദ റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ പ്രൈസ് എത്താനുള്ള ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ബൈ. When market is trending, we always wait for pullback. ഈ pullback കൺഫർമേഷനിൽ മാത്രമാണ് നിങ്ങൾ എൻ്റർ ചെയ്യാനുള്ളൂ. ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോകും. മേ ബി വി നെവർ ഗെറ്റ് എ പുൾ ബാക്ക്. സോ ദാറ്റ് ടൈം വി ഡു നോട്ട് എൻ്റർ ദിസ് ട്രേഡ്, അല്ലേ? സോ ദിസ് ഈസ് ഹൗ വി ബൈ ഗൈസ്. ഇനി നമുക്ക് സെൽസ് നോക്കാം. ഹൗ വി സെൽ ഇൻ എ ഡൗൺ ട്രെൻഡ്. സോ നമുക്ക് ഡൗൺ ട്രെൻഡിൽ നമുക്കറിയാം വാട്ട് ഈസ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ എന്താ? ഇറ്റ് ഈസ് ഫോമിങ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്, ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്. സോ ഇറ്റ്സ് ഫോമിങ് ലോവർ ലോസ്, ലോവർ ഹൈസ്, ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്. സോ ദിസ് ഈസ് ഹൗ മാർക്കറ്റ് ഈസ് മൂവിങ്, റൈറ്റ്? സോ ദിസ് ഈസ് എ ലോവർ ഹൈ and this is a lower low, lower high
and lower low, lower high and lower low. Okay guys, ഇനി നമ്മൾ നമ്മുടെ മാർക്കറ്റ് is moving down. Same idea തന്നെയാണ് guys, in a downtrend too, same idea. So we wait for a support to form. So we wait for support to form and നമ്മൾ അത് ആ ഒരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യും. And ഒരു എപ്പോഴാണോ ഒരു റെസിസ്റ്റൻസ് ഫോം ആണ്, whenever a resistance is formed. So റെസിസ്റ്റൻസിന്റെ ഐഡിയ ഈസ് ബേസിക്കലി ബുള്ളിഷ് ക്യാൻഡിൽ ഫോളോഡ് ബൈ എ ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ വി നോ there is a resistance formed here and a support formed here, alle. So if next candle can wick up, break the low, ഈ ഹൈ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ദിസ് ഹൈ ഷുഡ് ബി റെസ്പെക്റ്റഡ്. വി ക്യാൻ എക്സ്പെക്ട് മാർക്കറ്റ് ടു ഗോ ഡൗൺ. ഇവിടെ ആയിരിക്കും നമ്മുടെ എൻട്രി. ദിസ് വിൽ ബി അവർ സ്റ്റോപ്പ് ലോസ് ഇഫ് ഇറ്റ്സ് ബ്രേക്കിംഗ് ഓൺ ദ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ കറന്റ് ക്യാൻഡിലിന്റെ ലോ and we can with volume price can push down and down. So this ഇതായിരിക്കും നമ്മുടെ TP guys. The next support will be our TP in this time. Okay guys, അപ്പോൾ ഇതാണ് നമ്മുടെ സെൽസിന്റെ ഐഡിയ. വെരി ഈസി സിമ്പിൾ ടെക്നിക് വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് വിത്ത് വോളിയം ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, whenever a market is moving, മാർക്കറ്റ് എപ്പോൾ പോകുമ്പോഴും ഒരു ഹയർ ലോ ഫോം ആവും. സോ വി ആർ വെയിറ്റിംഗ്, ആക്ച്വലി ഇതൊരു ഹയർ ലോ ആണ്. സോ ദിസ് ഈസ് ഹയർ ഹൈ ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് ഹയർ ലോ ടു ഫോം. സോ ഈ ഹയർ ലോ ഫോം ആയിട്ട് വി വെയിറ്റ് ഫോർ ഇറ്റ് ടു ഫോം എ സപ്പോർട്ട് ആൻഡ് വി ബൈ അപ്പ്. ഇതാണ് നമ്മുടെ ബൈസിന്റെ ഐഡിയ. വി ആർ സെല്ലിംഗ് സെയിം സംഭവം തന്നെ. ഇഫ് യു നോ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോ. സോ ലോവർ ഹൈ ഫോം ആയി, this is a lower high and it forms a lower low here. The lower low, അടുത്ത lower high form ആണ് നമ്മൾ വെയിറ്റ് ചെയ്തു and we sold down. So this is the basic idea in a market structure guys. And always make sure guys, ഈ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ വോളിയം ഉള്ള സമയത്ത് എടുക്കണം. ടൈംസ് ലൈക്ക് പ്രീ ലണ്ടൻ, പ്രീ ന്യൂയോർക്ക്, ലണ്ടൻ ഓപ്പൺ, ലണ്ടൻ ക്ലോസ്, ന്യൂയോർക്ക് ഓപ്പൺ, NYSE ഓപ്പൺ, പ്രീ ന്യൂയോർക്ക് ഗൈസ്. ഇങ്ങനത്തെ സമയങ്ങളായിരിക്കും ഈ ട്രേഡ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.